എല്ലാവർക്കും സിദ്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സ്റ്റാർട്ടറാണ്. ഇത് പനീർ വെച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ക്രിസ്പി ചില്ലി പനീറാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണിത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ ക്രിസ്പി ചില്ലി പനീർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി വേണം. ഞാനിപ്പോൾ ഒരു ചില്ലി പേസ്റ്റാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു 10-15 കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിൻ്റെ സീഡെല്ലാം റിമൂവ് ചെയ്യണം. ഓരോ കാശ്മീരി ചില്ലി എടുത്ത ശേഷം അതിൻ്റെ നടുകെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സീഡെല്ലാം റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു രീതിയിൽ എല്ലാ കാശ്മീരി ചില്ലിയുടെയും സീഡ് റിമൂവ് ചെയ്ത് വയ്ക്കാം. ഈ കാശ്മീരി ചില്ലി വെച്ചിട്ടാണ് നമ്മൾ ഇനി ചില്ലി പേസ്റ്റ് തയ്യാറാക്കുന്നത്. അങ്ങനെ 15 കാശ്മീരിയുടെയും ഞാൻ സീഡൊക്കെ ഒന്ന് റിമൂവ് ചെയ്യട്ടെ. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാശ്മീരി ചില്ലിയിലേക്ക് ഞാൻ തിളച്ച വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു 2 മണിക്കൂർ നേരം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കാം. സീഡ് ചെറിയ ജാറിലേക്ക് നമുക്ക് ഈ കുതിർത്ത് വെച്ചിട്ടുള്ള കാശ്മീരി ചില്ലി ചേർക്കാം. ഇതിന് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. മുളക് മാത്രം എടുത്ത് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. എന്താ നമ്മുടെ ചില്ലി പേസ്റ്റൊക്കെ നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഹോം മെയ്ഡായിട്ടുള്ള ചില്ലി പേസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചില്ലി പനീർ തയ്യാറാക്കുന്നത്. അങ്ങനത്തെ ഒരു കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ചില്ലി പേസ്റ്റ് ചേർക്കാം. അതിനുശേഷം ഈ ചില്ലി പേസ്റ്റ് നമുക്ക് എണ്ണയിൽ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു കളറൊക്കെ വരുന്നത് കാണാം. അതിൻ്റെ നമ്മുടെ റെഡ് ചില്ലിയൊക്കെ നന്നായി എണ്ണയിൽ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വൈറ്റ് വിനീഗറാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വൈറ്റ് വിനീഗറാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിൽ നിന്ന് നമുക്ക് 1 ടേബിൾ സ്പൂണാണ് വേണ്ടത്. ഈ ബാലൻസ് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴും ഒക്കെ നമുക്ക് ചേർക്കാവുന്നതാണ്. അത് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ പനീർ ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പനീർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ പനീറിൻ്റെ അളവെന്ന് പറയുന്നത് 350 ഗ്രാമാണ്. നമുക്കിതിനെ നീളത്തിലാണ് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ പനീർ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൊരു കോട്ടിങ് വേണം. അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. കോട്ടിങ്ങിന് വേണ്ടിയിട്ട് കോൺഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ആദ്യം ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി ഈ കോൺഫ്ലവറും ഉപ്പും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പനീരെ നമുക്ക് ഈ ഒരു കോൺഫ്ലവറിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ കോട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ എല്ലാ പനീറും ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ പനീറിലും കോൺഫ്ലവർ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ കോട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡബിൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ, അതായത് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത ശേഷം പിന്നെ ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായി ക്രിസ്പി ആയിട്ട് കിട്ടും. പക്ഷെ ഞാനിപ്പോൾ ഒറ്റ പ്രാവശ്യം മാത്രമേ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു കടായിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ എണ്ണയൊക്കെ ഒരുവിധം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്ക് മറുവശത്തേക്ക് തിരിച്ചിടാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരിക്കലും ഫ്രൈ ചെയ്യരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അതിനുശേഷം തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കതൊന്ന് ഗോൾഡൻ കളറാക്കി എടുക്കാം. അങ്ങനെ പനീറെല്ലാം ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കത് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ബാക്കിയുള്ള പനീർ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ
അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതും ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. ഇത് നമുക്ക് ഈ ഒരു രീതിയിൽ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. എത്രത്തോളം നമ്മുടെ പനീർ ക്രിസ്പി ആയിട്ടുണ്ടെന്ന് ഒരു ഫോർക്ക് വെച്ചൊന്ന് റബ്ബ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും എത്രത്തോളം ഈ ഒരു പനീർ ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ഇതാ ഞാനിപ്പോൾ 3 ട്രിപ്പായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടി മറ്റ് ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഗ്രീൻ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളകും, അതുപോലെ തന്നെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ക്രിസ്പി ചില്ലി പനീർ തയ്യാറാക്കുന്നതെന്നുള്ളത് നോക്കാം. ഞാൻ സ്റ്റവിലേക്ക് ഒരു വോക്ക് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. ഇതൊരു 1.5 ടേബിൾ സ്പൂണാണ് വെളുത്തുള്ളി ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പൊടിയെ അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയാണ്. ഇതൊരു 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് സ്പ്രിംഗ് ഓണിയനാണ്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കമാണ് ചേർക്കുന്നത്. ഇത് നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചില്ലി പേസ്റ്റാണ് ചേർക്കുന്നത്. ടൊമാറ്റോ പേസ്റ്റാണ് ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ചില്ലി സോസാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഗ്രീൻ ചില്ലി ആയതുകൊണ്ടാണ് ഗ്രീൻ ചില്ലി സോസ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. ടീസ്പൂൺ ചില്ലി സോസാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ സോയാ സോസ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ വെള്ളത്തിലൊന്ന് കലക്കിയ ശേഷം ഇതിലേക്കൊന്ന് ചേർക്കാം. നന്നായി കലക്കിയെടുത്ത ശേഷം വേണം ഇതിലേക്ക് ചേർക്കാൻ. ഞാനിതാ കോൺഫ്ലവർ നന്നായി കലക്കിയെടുത്ത ശേഷം ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഈ കോൺഫ്ലവറും സോസും എല്ലാം നന്നായി മിക്സായി വന്ന ശേഷം ഒന്ന് തിക്കായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ചേർക്കാം. പനീർ ചേർക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിൻ്റെ സോസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പും എരിവും പുളിയും എല്ലാം കറക്റ്റ് തന്നെയാണോ നോക്കിയ ശേഷം വേണം പനീർ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ഇതിലേക്ക് ചേർക്കാം. ഞാനത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീറാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി പനീർ ചേർത്ത ശേഷം സോസുമായിട്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അങ്ങനെ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ചില്ലി പനീറാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അങ്ങനത്തെ നമ്മുടെ സോസും എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു സ്റ്റാർട്ടറായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്, ക്രിസ്പി ചില്ലി പനീർ. അപ്പോൾ പനീറൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിക്കാം. അതിന് ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയനാണ് അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്യാം. അങ്ങനത്തെ ക്രിസ്പി ചില്ലി പനീറെല്ലാം ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഞാൻ കുറച്ച് ഗ്രീൻ ചില്ലിയും കൂടി ഒന്ന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടറാണ് ക്രിസ്പി ചില്ലി പനീർ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു. സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് നമ്മൾ ഈ ക്രിസ്പി പനീർ സോസിലേക്ക് ചേർക്കേണ്ടത്. എങ്കിലാണ് ക്രിസ്പിനെസ് കിട്ടുകയുള്ളൂ.